ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു മീൻകറിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കുറുമക്കറിൻ്റെ റെസിപ്പിയും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ. നൂൽപുട്ടിന് മാവ് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ നൂൽപുട്ടൊക്കെ. അപ്പോൾ ഇനി വെറുതെ വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഞാനിത് അവിടെ നൂൽപുട്ടൊക്കെ പീച്ചെടുക്കുന്നുണ്ട്. ഇന്ന് ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ നൂൽപുട്ടൊക്കെ പീച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്കുള്ള കറി റെഡിയാക്കി എടുക്കണം. കറി നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു കുറുമ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടേന്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൂൽപുട്ട് പീച്ചത് അതിൻ്റെ മേലേക്ക് കൊണ്ടുപോയി വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കുക. പെട്ടെന്നുണ്ട് കേട്ടോ നൂൽപുട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പം ഒരുപാട് ടൈമൊന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു ട്രിപ്പ് തന്നെ മതിയാവും കേട്ടോ നമുക്ക്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉണ്ട്, ഒരു തട്ടുക്കും കൂടെ ഉള്ളതുണ്ട്. അപ്പോൾ ഇത് വേവട്ടെ ആദ്യം, എന്നിട്ട് പിന്നെ അത് വേവിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചുകൊണ്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അരിയൊക്കെ കഴുകി കൊണ്ടുപോയിട്ട് കൊടുത്തു. അപ്പോൾ ഇനി ചോറും അവിടെ കടന്നിട്ട് അങ്ങനെ വേവട്ടെ. ഇടയ്ക്ക് തീയൊക്കെ കത്തിച്ച് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിതാ ഞാനൊരു കടായിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക എരിവിന്. വേറെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മളെ കയ്യിൽ നമ്മളെ ഹോം ഷോപ്പിലത്തെ കുറുമ മസാല ഉണ്ട്. ആ ഒരു കുറുമ മസാല മാത്രം കേട്ടോ ഞാൻ അതിലേക്ക് വേറെ പൊടികളായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കുറുമ മസാല ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇതിൽ തന്നെ ഉണ്ടാവും എരിവൊക്കെ. എന്നാലും ഞാൻ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ 2 സ്പൂണ് കുറുമ മസാല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിക്കൂട്ടിൻ്റെ കുറുമ മസാല കയ്യിലുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കറിക്ക് വേറെ ഒന്നും തിരയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ക്യാരറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേവിച്ചുടച്ചിട്ട് ഈ ഒരു കുറുമ മസാലയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഉരുളക്കിഴങ്ങ് വെന്തതാണല്ലോ, പിന്നെ ആ ഒരു പച്ചമുളകും വെന്ത് കിട്ടണം. അതേപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത കുറുമ മസാലൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറണം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിനി. അങ്ങനെ ആ ഒരു തേങ്ങാപ്പാലും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാൽ കറിക്ക് ഒഴിച്ചു കൊടുത്താൽ പിന്നെ വേഗം ഇങ്ങനെ തിളപ്പിച്ചെടുക്കരുത്. ഇതേപോലെ തിളക്കാനയക്കാതെ കയ്യിലോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കറി ഇങ്ങനെ വെട്ടി തിളക്കുകയാണെങ്കിൽ കറിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ആ ഒരു തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്താൽ മതി. അങ്ങനെ ആ ഒരു തിള വരുവോളം സ്പൂണോ കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് തിള വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ നൂൽപുട്ടൊക്കെ വെന്തിട്ടുണ്ടേനും അതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ നൂൽപുട്ടും അതേപോലെ തന്നെ കുറുമക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വറവിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിൻ്റെയിലൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറി ഞാൻ എപ്പോഴും പറയില്ലേ, തൂമിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അടച്ചു വെക്കണം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി. കറി ഇതേപോലെ വറവിട്ടെടുത്താൽ അപ്പം തന്നെ ഇളക്കരുത്. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണൻ്റെയും കടുകിൻ്റെയും കറിവേപ്പിലിൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലേവർ കറിക്ക് നല്ലോണം ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് വയ്ക്കാരം കറി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഐഫ് കുട്ടിയാണ്. അപ്പോൾ ഞാൻ ഓൾക്ക് ഒരു 2-3 നൂൽപുട്ടും കുറച്ച് കുറുമക്കറിയൊക്കെ ഒരു പ്ലേറ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പിക്ക് ചായ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഐഫ് കുട്ടിക്ക് ചായയൊക്കെ കൊടുത്തിട്ടോ. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കുറുമക്കറി. അധികം കുട്ടികൾക്ക് ഇഷ്ടമായിക്കാരം അങ്ങനത്തെ കറി. എരിവൊന്നും വല്ലാതെ ഉണ്ടാവില്ലല്ലോ, പാകത്തെ എരിവൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇനി ഗ്രീൻ പീസൊക്കെ വേവിച്ചിട്ട് അതിക്കും ഇതേപോലെ ഒരു സ്പൂണ് കുറുമ മസാലയൊക്കെ ചേർത്തിട്ട് കടുക് വറുത്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കറിയാവും. അപ്പോൾ ഈ ഒരു കുറുമ മസാല കയ്യിലുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കാനൊരു പേടിയില്ല കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യുക, നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കും ചെയ്യുക. അങ്ങനെ ഐഫക്കുട്ടിക്കും റിച്ചുവിനൊക്കെ ചായയൊക്കെ കൊടുത്തു, ഒരു ചായയൊക്കെ കുടിച്ചു.
പിന്നെ അതിൻ്റെ ഇടയിൽ ചോറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ വേഗം വന്നിട്ട് മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ നമ്മളെ കിച്ചണ് താഴെ ആയതുകൊണ്ട് അങ്ങനെ രാവിലെ തന്നെ മുറ്റടിച്ച് വരുന്ന സ്വഭാവമല്ല കേട്ടോ. പിന്നെ കിച്ചണിക്ക് ഇറങ്ങിപ്പോയാൽ പിന്നെ അത് കഴിയട്ടെ ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ വെയിലൊക്കെ നല്ലോണം ഉദിച്ചിട്ടാണ് മുറ്റടിച്ച് വരുന്നത്. പിന്നെ അങ്ങനെ മുറ്റത്ത് വല്ലാതെ കച്ചറയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ റോഡിലാണ് കേട്ടോ ഞാൻ അടിച്ചു വരുന്നത്. അവിടെ ആകുമ്പോൾ കുറച്ച് തേക്കിൻ്റെ ഇലയും അതേപോലെ പ്ലാവിൻ്റെ ഇലയൊക്കെ ചാടിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെയാണ് കുറച്ചൊരു വൃത്തികേടായിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും മുറ്റടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ അകടിച്ചു വാരണം, തുടക്കണം, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഇന്ന് എനിക്കില്ല കേട്ടോ. അപ്പോൾ ചിഞ്ചുമോൾ വീട്ടിലുണ്ടാവുന്ന സമയത്ത് അങ്ങനത്തെ പണികളൊക്കെ ഓള് ചെയ്യും. അപ്പോൾ ഇന്നും നമുക്ക് സ്റ്റോക്ക് റൂമിലേക്ക് സാധനങ്ങൾ വരുന്ന ദിവസമാണ്. അപ്പോൾ എപ്പോഴാണ് വിളിക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ചോറിന് വേഗം കറിയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ ചോറിന് കറി ഉണ്ടാക്കുന്നത് കുറച്ച് മത്തിമീൻ ഉണ്ടായിന് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ ക്ലീൻ ചെയ്ത് വെച്ചത്. അപ്പോൾ അത് ഐസൊക്കെ വിടാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചിനി. ചിക്കനോ ബീഫോ മീനോ ഒക്കെ കുറച്ചധികം കിട്ടുകയാണെങ്കിൽ ഇതേപോലെ കുറേശ്ശെ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ അറിയോ, എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ ഇറച്ചി മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഫ്രിഡ്ജിലുണ്ടാവും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ കറി ഉണ്ടാക്കാനൊന്നും കുടുങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് മാങ്ങ ഇട്ടിട്ടുള്ള മീൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മാങ്ങയൊക്കെ ചെത്തി അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ മസാലപ്പൊടികളൊക്കെ ഒരു പാത്രത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കറിക്കുള്ള തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ ഇതാക്കണം കേട്ടോ. പിന്നെ മീനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് അങ്ങനെ വെച്ചത്. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി വേഗം കറി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതാ ഞാനൊരു മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. ആ ഒരു ചട്ടിക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി, 1 സ്പൂണ് 1/4 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മീൻകറി തേങ്ങ അരച്ച് വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കലുണ്ട്. അല്ലാതെ തേങ്ങ അരക്കാതെ വെക്കുമ്പോൾ മല്ലിപ്പൊടി ഇടലില്ല കേട്ടോ. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കറിവേപ്പിൻ്റെ ഇല ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതാ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് തിരുമ്മണ സമയത്ത് പച്ചമുളക് അങ്ങനെ വല്ലാതെ തിരുമ്മി എടുക്കണ്ട കേട്ടോ. പിന്നെ കൈ ചുട്ടെത്തിയിട്ട് നിൽക്കില്ല. അങ്ങനെ അതൊക്കെ നല്ലോണം തിരുമ്മി എടുത്തതിന് ശേഷം ഇതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയും ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യം. അപ്പോൾ നമ്മൾ ചോറൊക്കെ കുറേ നേരം വെക്കണം കേട്ടോ. വെന്തയം ഊറ്റി വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അടുപ്പിൽ തീയൊന്നുമില്ല. ഇനിയിപ്പോൾ അടുപ്പത്തേക്ക് പോകാൻ മടിച്ചിട്ട് ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഇതൊക്കെ എളുപ്പമുണ്ട് ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കാൻ. അങ്ങനെ ആ കറിയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്ത് തിളച്ചതിന് ശേഷം ഇതാ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മീനേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു മത്തി മീൻ മാത്രമല്ല കേട്ടോ, ഏത് മീൻ വെച്ചിട്ടും ഇതേപോലെ നമുക്ക് മാങ്ങയൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആയിക്കാരം. ഇനിയിപ്പോൾ ഇത് അടച്ചു വെക്കാം കേട്ടോ. അപ്പം മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ ചീര ഉണ്ടായിരുന്നു. ചീരയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ചീര ഞാൻ ഇന്നലെ വാങ്ങിച്ചതേന് കേട്ടോ. 30 രൂപേന് ഒരു കെട്ടിന്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ ചീര. കുറച്ച് അമ്മാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. പിന്നെ ഇതാ ഇത്രയും ഇപ്പോൾ ഞാൻ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടിയിരുന്നു കേട്ടോ. അതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരയാണ്, ഇങ്ങനെ വാടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ചീരയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കട്ടിംഗ് ബോർഡ് മാറ്റാൻ കുറേ കൂട്ടുകാർ കമൻറ്റിൽ അങ്ങനെ പറയലുണ്ട്, നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡല്ല യൂസ് ചെയ്യൽ, ഇത് നല്ലതല്ല എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് ഒന്ന് വാങ്ങണം എന്ന് എപ്പോഴും വിചാരിക്കും. ഇതുവരെ വാങ്ങാൻ പറ്റിയിട്ടില്ല. ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങാൻ പൈസ ഇല്ലായിട്ടൊന്നും അല്ല കേട്ടോ വാങ്ങാത്തത്. ഇതിന് പ്രത്യേകിച്ച് കേടൊന്നുമില്ല. പിന്നെ ആ ഒരു പ്ലാസ്റ്റിക് നമ്മളങ്ങനെ എന്തെങ്കിലും അതിമ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്ലാസ്റ്റിക് പോരൊന്നും ചെയ്യൂല കേട്ടോ. നല്ല പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ വെറുതെ ഒരു സാധനം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ചീത്തയാവട്ടെ എന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ചീരയൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ മീനൊക്കെ വെന്തിട്ടുണ്ടായിന്. അപ്പോൾ അതിക്ക് ഞാൻ തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാൻ തേങ്ങ നല്ലോണം അരച്ചിട്ട് തേങ്ങയാണ് അരച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കറിയൊക്കെ വെന്ത അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചു. പിന്നെ കറി ഒന്ന് വറവിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവ പൊട്ടിച്ചിട്ട് ഉലുവയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അങ്ങനെ കറിയൊക്കെ ഇട്ട് ഒഴിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിടുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയൊന്നും അരിയാൻ നിന്നിട്ടില്ല. അങ്ങനെ മീൻ കറിയൊക്കെ വന്നിട്ടോ. പിന്നെ നമുക്ക് ചീരോപ്പേരി ഉണ്ടാക്കണമല്ലോ. അപ്പം ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുകൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കടുകൊക്കെ പൊട്ടി വന്നപ്പം ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതേക്ക് ചേർത്ത് കൊടുത്തു.
പിന്നെ അതാ ചെറിയൊരു കുഞ്ഞു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിലും അതുമായിട്ട് ചേർത്ത് കൊടുത്തു. സവാളനെക്കാട്ടിൽ എപ്പോഴും ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ്. പക്ഷേ ചെറിയ ഉള്ളി നമുക്ക് എൻ്റെ അടുത്തുള്ള ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ തൊലി കളഞ്ഞ് നിൽക്കണമെങ്കിൽ ടൈം കുറേ എടുക്കും. അപ്പോൾ ഒരു മടിയാണ് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ ചില സമയത്തൊക്കെ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വെക്കലുണ്ട്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദാ സവാളയൊക്കെ വഴന്ന് വന്നപ്പോൾ പിന്നെ അതിന് കാന്താരി മുളക് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചീര ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്താണ്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു ചട്ടി അടിപൊളിയാട്ടോ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ. നമ്മൾ ഇൻഡസ് വാലിയിൽ നിന്ന് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചെന്ന ചട്ടിയാണ്. എന്തായാലും നല്ല ചട്ടി കേട്ടോ, നമ്മൾ ഡെയിലി വീഡിയോയിൽ കാണിക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഗ്യാസുമ്മലും വെക്കാം, അതേപോലെ ഇൻഡക്ഷനിലും വെക്കാം, പിന്നെ അടുപ്പത്തും വെക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഗ്യാസൊക്കെ കഴിഞ്ഞാലും പെട്ടെന്ന് ഇനിയിപ്പോൾ അടുപ്പ് കത്തിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ കരണ്ടടുപ്പുമ്മലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതേപോലെ അടുപ്പത്തും വെക്കാം. നല്ലോണം ചൂടായാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എന്നാൽ അതിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും. എന്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഉപ്പേരി ആണെങ്കിലും അതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിലും നല്ലതാട്ടോ ഈ ഒരു ചട്ടി. അങ്ങനെ നമ്മളെ ചീരയൊക്കെ ഒരുവിധം വേവായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും പച്ചമുളകും ചതച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ഇനി തേങ്ങ പൊളിച്ചതില്ല കേട്ടോ, ഇനിയിപ്പോൾ തേങ്ങ പൊളിക്കാനൊക്കെ നിൽക്കണം. അപ്പോൾ ഞാൻ മുട്ട വെച്ച് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് 2 മുട്ടയൊക്കെ കുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ മുട്ടയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളെ കമൻറ്റൊക്കെ വായിച്ചിട്ടോ, ഒരുപാട് സന്തോഷമുണ്ട് കമൻറ്റൊക്കെ കാണുമ്പോൾ. ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിന്. ഇപ്പോൾ പിന്നെ അങ്ങനെ വലിയ കമൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടായിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഇപ്പോൾ നമ്മളങ്ങനെ ഡെയിലി വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ആയിട്ടില്ലേനു. ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, 2-3 ദിവസമായിട്ടുള്ളൂ ഇപ്പോൾ ഡെയിലി വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. 2-3 ദിവസമൊന്നും ആയിട്ടില്ല, 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ബോറായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് ചെയ്യാം. മാക്സിമം എന്നെക്കൊണ്ട് പറ്റണം അന്നൊക്കെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കും ചെയ്യും. അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഈസി റെസിപ്പീസൊക്കെ അധികം ഇൻക്ലൂഡ് ചെയ്യാനും ശ്രമിക്കും. വെറൈറ്റി ഫുഡൊന്നും ഉണ്ടാവില്ല, എന്നാലും നാടൻ ഫുഡൊക്കെ അല്ലേ നമ്മൾ അധികം ഉണ്ടാക്കൽ. നമ്മൾ സാധാരണ വീട്ടമ്മയാണ്, സാധാരണ വീട്ടമ്മമാരുണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ തന്നെ കേട്ടോ നമ്മളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കൽ. അങ്ങനെ നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ നമ്മൾക്ക് സ്റ്റോക്ക് റൂമിലേക്ക് സാധനങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയി സാധനങ്ങളൊക്കെ എടുത്തൊക്കെ വെച്ചു. പിന്നെ വന്നപ്പോൾ തന്നെ 2:30 ആയിട്ടുണ്ട്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളെ മഞ്ജുമോളെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുമുണ്ട്. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ചോറ് കഴിച്ചപ്പോൾ 3:30 ആയിക്കണം കേട്ടോ സമയം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ മഞ്ജുമോളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്നു. പിന്നെ നാളെ 1-ാം തീയതിയാണ്. അപ്പോൾ നമ്മളെ റിവ്യൂ മീറ്റിംഗ് ആണ് കേട്ടോ. HSOമാർക്കുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതൊക്കെ കവറിലാക്കി. അതേപോലെ പിന്നെ സാലറി രജിസ്റ്ററൊക്കെ എഴുതാണ്ടേനി, അതൊക്കെ എഴുതി. അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മൾ 31-ാം തീയതി എടുത്ത വീഡിയോ ആണ്. ഇനിയിപ്പോൾ നാളെ പുതുവർഷമല്ലേ, അപ്പോൾ 2025 1-ാം തീയതി തന്നെയാണ് നമ്മൾ റിവ്യൂ മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് നമ്മൾ സാലറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല കേട്ടോ എനിക്കിങ്ങനെ ഒരു ജോലി കിട്ടും, അതേപോലെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതൊന്നും എനിക്ക് ഒരു ഊഹമില്ലേനും. ഒന്നാമത്തെ കാര്യം എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ലേനും. ഞാൻ ഇപ്പോൾ 2 വർഷം മുന്നല്ലേ +1ഉം +2 ഒക്കെ ക്ലാസ്സിനൊക്കെ പോയി തുല്യതക്കൊക്കെ പോയാണ്ട് അങ്ങനെ പാസ്സായതല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ എല്ലാം നടക്കും. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ കാണാം. താങ്ക് യു.